മക്കളെ, ഇന്ന് നമ്മൾ ജൂലിയ ആർ ലൂണ എന്ന കഹാനിയിലെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റിയാണ് നോക്കുന്നത്. ഇതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മേം നെഹി ഉതരൂങ്കി ലഡ്കി സെ ഇസ് നിർണയ് പർ ആപ്കാ വിചാർ ക്യാ ഹെ? അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഞാൻ ഇറങ്ങുകയില്ല എന്ന പെൺകുട്ടിയുടെ തീരുമാനത്തിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അങ്ങനെ ഒരു തീരുമാനം ആ പെൺകുട്ടി എടുത്തു. അപ്പോൾ അതിൽ നിങ്ങളുടെ അഭിപ്രായം എന്ത് എന്നാണ് ചോദ്യം. ഏഹ് ഏക്ക് അച്ഛാ നിർണയ് ഹെ, എന്താണ്? ഇതൊരു നല്ല തീരുമാനമാണ്. ഉസ്കാ യഹ് നിർണയ് ദൂസരോं को भी पेड़ों और प्रकृति की सुरक्षा के लिए प्रेरित करता है. അവളുടെ ഈ തീരുമാനം മറ്റുള്ളവരെയും മരത്തിനെയും അതുപോലെ തന്നെ പ്രകൃതിയെയും സംരക്ഷിച്ചു നിർത്താനുള്ള ഒരു പ്രേരണ നൽകുന്നുണ്ട് അവളുടെ ഈ തീരുമാനത്തിൽ നിന്നും എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ലഡ്കി ചഹ് ചഹായി, യഹാം ചഹ് ചഹായി ശബ്ദ കാ പ്രयोग ക്യോം കിയാ ഹോഗാ? ലഡ്കി ചഹ് ചഹാന പറഞ്ഞാൽ ചിലയ്ക്കുക, പക്ഷികൾ ചിലയ്ക്കൂലേ? പക്ഷികളാണല്ലോ ചിലയ്ക്കുക, മനുഷ്യർ സംസാരിക്കല്ലേ ചെയ്യുക. പക്ഷികളുടെ ശബ്ദത്തിനാണല്ലോ അവിടെ പറഞ്ഞത്. അപ്പോൾ എന്താണ് അങ്ങനെ പ്രയോഗിക്കാനുള്ള കാരണം? എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ പ്രയോഗിച്ചത് എന്നാണ് ചോദ്യം. ആൻസർ നോക്കാം. യഹാം ചഹ് ചഹായി ശബ്ദ കാ പ്രयोग ലഡ്കി കി ഖുഷി ഓർ പ്രസന്ന ഭാവ ദിഖാനെ കെ ലിയെ കിയാ ഹോഗാ. ഇവിടെ ചഹ് ചഹായി എന്ന ശബ്ദം പെൺകുട്ടിയുടെ സന്തോഷം, അതുപോലെ തന്നെ ആ പെൺകുട്ടിയുടെ പ്രസന്നഭാവം, അവളുടെ മുഖത്തുള്ള ആ പ്രസന്നഭാവമൊക്കെ കാണിക്കാൻ വേണ്ടി, അവളുടെ ആ സമയത്തുണ്ടായ ആ സന്തോഷത്താലുണ്ടായ അവളുടെ സംസാരത്തിനെയാണ് ഇവിടെ ചഹ് ചഹായി എന്ന് പറഞ്ഞത്. ഓക്കെ, അതുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത് എന്നാണ് ആൻസർ എഴുതിയത്. അതായത് അദഹ ചിടിയോം കി തര ചഹ് ചഹ, പക്ഷികളെ പോലെ ചിലയ്ക്കുക, പക്ഷികൾ സംസാരിക്കുന്നത് പോലെ സംസാരിക്കുക. എന്താണ് അങ്ങനെ പറയാൻ കാരണം? പക്ഷികളെ പോലെ അവൾ മരത്തിൽ കൂട് കെട്ടിയില്ലേ, ഗോൻസല ബനാക്കർ ചിടിയോം കി തര ചഹ് ചഹായ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 738 ദിവസങ്ങൾ പേട് കാട്ടനെ കാ ഇന്തസാർ കർണെ കെ ബാദ്, മരം മുറിക്കാൻ വേണ്ടി പ്രതീക്ഷയിൽ ഇരുന്നതിന് ശേഷം ഏക് ദിൻ ഒരു ദിവസം വേ ആദ്മി ചുപ്ചാപ്പ് വഹാംസേ ജാനേ ലഗേ, ആ മനുഷ്യർ ഒരു ദിവസം മിണ്ടാതെ അവിടെ നിന്ന് പോവാൻ തുടങ്ങി. 738 ദിവസം കാത്തിരുന്നു. മരം മുറിക്കാൻ വേണ്ടി പറ്റും എന്ന് വിചാരിച്ചിട്ട് അവരങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അവസാനം പ്രതീക്ഷ നഷ്ടപ്പെട്ട അവര് ഇറങ്ങിപ്പോകുന്നു. ഇസ് പർ ആപ്കാ വിചാർ ക്യാ ഹെ, ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അങ്ങനെ അവർ പോയതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ശായദ് ഉസേ സമജ്ജാ ഗയാ ഹോഗാ കി വഹ് ലഡ്കി കഭി ഹാർ നഹി മാനേഗി. ഒരു പക്ഷേ അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കാം, ഒരു പക്ഷേ അവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം എന്ന് പറയൂലേ, ഒരു പക്ഷേ അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കാം എന്ത്? വഹ് ലഡ്കി കഭി ഹാർ നഹി മാനേഗി, ആ പെൺകുട്ടി ഒരിക്കലും പരാജയം സമ്മതിക്കുകയില്ല, അവൾ പരാജയപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയില്ല. ഇവരെത്ര ദിവസം മരം മുറിക്കാൻ വേണ്ടി അവിടെ കാവൽ നിന്നാലും അത്രയും ദിവസം അവൾ മരത്തിനെ സംരക്ഷിക്കും എന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവർ ആ ആളുകൾ ഇറങ്ങിപ്പോവാൻ വേണ്ടി തയ്യാറായത് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. കഹാനി കെ ആധാർ പർ സഹി പ്രസ്താവ് ചുൻകർ ലിഖിയേം ആണ് അടുത്തത്. ലഡ്കീനെ ചുനൗത്തിയോം കാ സാമന കിയ, പെൺകുട്ടികൾ വെല്ലുവിളികളെ തരണം ചെയ്തു, നേരിട്ടു. സാമന പറഞ്ഞാൽ നേരിടുക. പെൺകുട്ടി എല്ലാ വെല്ലുവിളികളും നേരിട്ടു, ശരിയല്ലേ? അത് ശരിയാണ്. ലഡ്കീനെ വിപത്തിമേ പെടുക്കോ ചോട് ദിയ, പെൺകുട്ടി ആപത്തിൽ മരത്തിനെ ഉപേക്ഷിച്ചു. തെറ്റാണല്ലേ? ആപത്തിൽ മരത്തിനെ സംരക്ഷിക്കുകയാണ് ചെയ്തത്, ഉപേക്ഷിച്ചിട്ടില്ല. അടുത്തത് ലഡ്കീനെ ജീവൻ കി സുവിധായേം ചോട് ദി, പെൺകുട്ടി
ജീവിതത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും ഉപേക്ഷിച്ചു. ശരിയാണ്, അവളെ വീട്ടിലുള്ള എല്ലാ ജീവിത സുഖ സൗകര്യങ്ങളും ഉപേക്ഷിച്ചിട്ടാണ് അവൾ മരത്തിൽ താമസാക്കിയത്. എത്രയും ദിവസം, 738 ദിവസം എന്തെങ്കിലും പറയുന്നുണ്ടല്ലേ, അത്രയും ദിവസങ്ങൾ അവൾ മരത്തിൽ എങ്ങനെ ഒരു മനുഷ്യൻ താമസിക്കാൻ പറ്റും? വളരെ പ്രയാസമായിരിക്കും അല്ലേ? എന്നിട്ട് പോലും മരത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവൾ അവളുടെ ജീവിത സൗകര്യങ്ങളൊക്കെ എന്ത് ചെയ്തു? ഉപേക്ഷിച്ചു. ലഡ്കി സേട്ട് കെ അജീബോ ഗരീബ് തർക്കീബോം സെ ഡർ ഗയി. പെൺകുട്ടി സേട്ടിൻ്റെ വിവിധ പ്രകാരത്തിലുള്ള തർക്കീബയും, അവർ എന്താ പറയുന്നത്, സൗണ്ട് ഉണ്ടാക്കി, താഴ്ന്ന സൗണ്ട് ഉണ്ടാക്കുകയും അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ആ പല ഉപായങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെയൊക്കെ അവൾ ഭയപ്പെട്ടു എന്നാണ് പറഞ്ഞത്. ഭയപ്പെട്ടിട്ടുണ്ടായിരുന്നോ? ഇല്ല, അത് തെറ്റാണ്. അടുത്തത്, ലഡ്കി അപ്പനെ ദോസ്തി പർ അടൽ രഹി. പെൺകുട്ടി തൻ്റെ ഫ്രണ്ട്ഷിപ്പ് തന്നെ ഉറച്ചു നിന്നു. ശരിയാണ്. അപ്പോൾ 2 എണ്ണമാണ് ഇതിൽ തെറ്റുള്ളത്. ലഡ്കീസ് ഇതാണ് ഒന്ന് തെറ്റായിട്ടുള്ളത്, ഈ രണ്ടാമത്തെയാണ് തെറ്റ്. ഓക്കെ, ബാക്കിയൊക്കെ ശരിയാണ് കേട്ടോ. ഇനി അടുത്തത് നോക്കാം. നമൂനയ്ക്ക് അനുസാർ വാക്യോം കാ പുനർലേഖൻ കരയും എന്നാണ് പറഞ്ഞത്. ഇവിടെ തന്നിരിക്കുന്ന മാതൃക അനുസരിച്ച് സെൻറ്റൻസ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മേ നെഹി ഉദരൂങ്കി ലടുക്കി ചില്ലായി. ഞാൻ ഇറങ്ങുകയില്ല, പെൺകുട്ടി നിലവിളിച്ചു, ഉറക്കെ കൂവി വിളിച്ചു. അപ്പോൾ ലടുക്കി ചില്ലായിക്ക്, പെൺകുട്ടി ഉച്ചത്തിൽ കൂവി വിളിച്ചു. എന്താണ്? മേ നെഹി ഉദരൂങ്കി, ഞാൻ ഇറങ്ങുകയില്ല. കി പറഞ്ഞ എന്തെന്നാൽ, കി എന്താണ്? എന്തെന്നാൽ. പെൺകുട്ടി കൂവി വിളിച്ചു, ആർത്തു വിളിച്ചു. എന്തെന്നാൽ. അതുപോലെ താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസ് മീനിങ് മനസ്സിലാക്കിയിട്ട് നിങ്ങളോട് കീ ചേർത്ത് എഴുതാനാണ് പറഞ്ഞത്. ആത്മയോനെ സോച്ച, ഇവിടെയാണ് പിന്നെ കീ വരിക കേട്ടോ. ആത്മയോനെ സോച്ചാക്കി, ആത്മയോനെ സോച്ചാക്കി. ആക്കിർ കബി തോ ഉദരേഗി തബ് കാട്ടേഗി പേടുക്കോ, അങ്ങനെ എഴുതാം. പിന്നെ കഹാനി പഠിക്കർ സുനാവും, അത് ഫസ്റ്റ് കബി ലടുക്കി പേഴ്സെ പൂച്ചത്തി കഴിഞ്ഞിട്ടാണ് കേട്ടോ. കബി ലടുക്കി പേഴ്സ്, ഇടയ്ക്ക് പെൺകുട്ടി മരത്തിനോട് ചോദിക്കും എന്തെന്നാൽ. മനസ്സിലായോ? കഹാനി പഠിക്കർ സുനാവും എന്തെന്നാൽ എന്ന് പറയൂലല്ലോ, ഇടയ്ക്ക് മരത്തിനോട് ചോദിക്കും എന്തെന്നാൽ. കഹാനി പഠിക്കർ സുനാവും, കഥ വായിച്ച് കേൾപ്പിക്കട്ടെ എന്ന് ചോദിക്കുന്നു. അടുത്തും ഹമാരി ദോസ്തി കബി നെഹത്തോട് പാവോകെ ലടുക്കീനെ കഹ. അപ്പം ആദ്യത്തേത് ലടുക്കീനെ കഹ, പെൺകുട്ടി പറഞ്ഞു. എന്തെന്നാൽ. ലടുക്കീനെ കഹ കഴിഞ്ഞിട്ട് കി, പെൺകുട്ടി പറഞ്ഞു. എന്തെന്നാൽ തും ഹമാരി ദോസ്തി കബി നെഹി തോട് പാവോകെ, നിങ്ങൾക്ക് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും തകർക്കാൻ കഴിയുകയില്ല എന്ന് പെൺകുട്ടി പറഞ്ഞു എന്നല്ലേ. ലടുക്കീനെ ബധായ, ഇനി ഇവിടെയാണ് കീ വരിക. ലടുക്കീനെ ബധായ കി വാദാ ഖരോ യഹാം കെ കിസി ബി പേടുക്കോ കബി നെഹി കാട്ടോകെ. വാക്ക് നൽകൂ, ഇവിടെയുള്ള ഒരു മരവും ഇനി ഒരിക്കലും മുറിക്കുകയില്ല എന്ന് വാക്ക് തരൂ എന്ന് പറഞ്ഞു. കീ പറഞ്ഞ എന്തെന്നാൽ. ഇനി അടുത്തത് നോക്കാം. ജൂലിയ और ലൂണ की अनोखी दोस्ती का किस्सा दुनिया भर में मशहूर हो गया. ജൂലിയയുടെയും ലൂണയുടെയും ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥ ലോകം മുഴുവൻ പ്രസിദ്ധമായി. ലൂണയുടെ സംരക്ഷണം, ലൂണ പറഞ്ഞാൽ പേടാണല്ലോ, പേടിൻ്റെ സംരക്ഷണം, അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? പോസ്റ്റർ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പോസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വചനങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, 3 എണ്ണം എഴുതിയിട്ടുണ്ട് പോസ്റ്ററിന്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങൾ പഠിക്കാൻ പറ്റും എന്നുള്ളത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക. ഈ പോസ്റ്റർ ഇതിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത് മാത്രം പഠിച്ച് വെക്കുക. 3 എണ്ണം പഠിക്കണം എന്നില്ല, 3 എണ്ണം പഠിക്കാൻ പറ്റുന്നവർ 3 എണ്ണം പഠിക്കുക. അതല്ല, ഈ 3 എണ്ണത്തിൽ ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന്, പഠിക്കാൻ പറ്റുന്ന ഒന്ന് മാത്രം നിങ്ങൾ ശരിക്കും പഠിച്ചു വെക്കുക. ഓക്കെ, പറഞ്ഞു തരാം. പേടോങ്കോ ബച്ചാവോ ജൂലിയാക്കി തര. മരങ്ങളെ രക്ഷിക്കൂ ജൂലിയയെ പോലെ. ജൂലിയാണ് ഇവിടെ മരത്തിനെ രക്ഷിച്ചത് അല്ലേ? ജൂലിയയെ പോലെ മരത്തിനെ രക്ഷിക്കൂ. ജൂലിയാക്കി തര ബനോ പേടോങ്കി സച്ചി ദോസ്ത്. ജൂലിയയെ പോലെയാവൂ, മരത്തിൻ്റെ നല്ല ഫ്രണ്ടാവൂ. ജൂലിയെ പോലെ എന്താവൂ? മരത്തിൻ്റെ നല്ല ഫ്രണ്ടാവൂ. പേടോങ്കോ കാട്ടന ബന്ദ് കരോ പ്രകൃതി സേ ദോസ്തി കരോ. മരത്തിനെ മുറിക്കുന്നത് നിരോധിക്കൂ, പ്രകൃതിയെ സ്നേഹിക്കൂ. 3 എണ്ണമാണ്. ഈ 3 എണ്ണത്തിന് നിങ്ങൾക്ക് ഏതാണോ പഠിക്കാൻ സിമ്പിളായിട്ട് തോന്നുന്നത് അത് പഠിച്ചു വെക്കുക. 3 എണ്ണം പഠിക്കാൻ പറ്റും എന്നുള്ളവർ 3 എണ്ണം പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി അടുത്തത്, ഇവിടെ സേട്ടും അതുപോലെ തന്നെ ജൂലിയയും തമ്മിലുള്ള വാർത്താലാപമാണ് തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുന്നത്. 738 ദിവസം അവിടെ കാവൽ നിന്നിട്ടും അവർക്ക് മരം മുറിക്കാൻ സാധിച്ചില്ല. അപ്പോൾ
ലാസ്റ്റ് വാദാ കരോ യഹാങ്കെ കിസി ഭി പേട് കോ, ഇനി ഒരിക്കലും ഇവിടുത്തെ ഒരു മരവും മുറിക്കുകയില്ല എന്ന് വാഗ്ദാനം നൽകിക്കുന്നു പെൺകുട്ടി വാഗ്ദാനം തരാൻ വേണ്ടിയിട്ട് പറയാണ് സേട്ടിനോട്. ആ ഭാഗത്തു നിന്നാണ് നമ്മൾ വാർത്താലാപം ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന വാർത്താലാപം കാണിക്കാൻ വളരെ സിമ്പിളായിട്ടാണ് എഴുതിയത്. വലിയ സെൻറ്റൻസ് ഒക്കെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ടാണ് സിമ്പിളായിട്ട് എഴുതിയത്. ഈ സിമ്പിളായിട്ട് നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ മാർക്ക് കിട്ടുന്നതായിരിക്കും. ചെറിയ മക്കളാണല്ലോ, 8ാം ക്ലാസ്സിലെ മക്കളല്ലേ, അതുകൊണ്ട് തന്നെ സിമ്പിൾ സെൻറ്റൻസ് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടിയിരിക്കും. ഓക്കെ. സേട്ട് പറയാണ് 780 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ബീത്ത് ചുക്കേ ഹേ, കഴിഞ്ഞുപോയി, കടന്നുപോയി എന്നാണ് പറയുന്നത്. അത്രയും ദിവസങ്ങൾ കടന്നുപോയി, 780 ദിവസങ്ങൾ. ജൂലിയ തും ഹമാരി ദോസ്തി കബി നെഹി തോട് പാവോगे. അപ്പോൾ ജൂലിയ പറയാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും തകർക്കാൻ കഴിയുകയില്ല. സേട്ട് മുझे സമജ്ജ, സേട്ട് പറയുന്നു എനിക്ക് മനസ്സിലായി. ജൂലിയ ക്യാ സമജ തുംകോ, നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? സോറി ആപ്കോ, ക്യാ സമജ ആപ്കോ, താങ്കൾക്ക് എന്താണ് മനസ്സിലായത്? സേട്ട് പറയാണ് പേടുക്കോ കാട്ടന ഗലത്ത് ഹേ, മരം മുറിക്കുന്നത് തെറ്റാണ് എന്ന് എനിക്ക് മനസ്സിലായി. ജൂലിയ तो आप वादा करो, എങ്കിൽ താങ്കൾ വാഗ്ദാനം നൽകൂ. സേട്ട് ठीक हूँ, मैं वादा करता हूँ कि किसी भी पेड़ को कभी नहीं काटोगे. ശരി, ഞാൻ വാഗ്ദാനം നൽകുന്നു, ഒരു മരത്തിനെ ഇനി ഒരിക്കലും ഞാൻ മുറിക്കുകയില്ല എന്ന് ഞാൻ വാഗ്ദാനം നൽകുന്നു എന്ന് സേട്ട് പറയുന്നു. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ കഹാനി ക്രമബന്ധ് കരി എന്നാണ്. കഥയിൽ അതായത് നമ്മുടെ ഓർഡറായിട്ട്, ഈ കഥ ഓർഡറായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. एक रोज कुछ हट्टे कट्टे आदमी एक बड़े पेड़ से काटने को, അതായത് ഒരു ദിവസം ഈ ബലിഷ്ഠരായിട്ടുള്ള ആളുകൾ മരം മുറിക്കാൻ വന്നു. അതാണ് ഫസ്റ്റ് നടന്നത് അല്ലേ, 1. പിന്നെ രണ്ടാമത് ലടുക്കി ജഡ് പേട് പർ ചട് ഗയി, പെൺകുട്ടി പെട്ടെന്ന് മരത്ത് കയറിയതാണ് അല്ലേ രണ്ടാമത്. എന്താ ചെയ്തത്? അവർ മരം മുറിക്കാൻ വന്നപ്പോൾ പെൺകുട്ടി വേഗം ഓടി മരത്തിൻ്റെ മുകളിൽ കയറി. അതല്ല നമ്മൾ പഠിച്ചത്. രണ്ടാമത്തെ സെൻറ്റൻസ് ഇതാണ് വരിക. മൂന്നാമത്തെ ലടുക്കിനെ ചിടിയോക്കി തര പേട് പർ അപ്പന ഗോൻസല ബനാലിയ, മൂന്നാമത്താണ് പെൺകുട്ടി പക്ഷികളെ പോലെ മരത്തിൽ കൂടുകെട്ടി താമസിച്ചു അല്ലേ, കൂടുകെട്ടി എന്ന് പറഞ്ഞല്ലേ, അതാണ് മൂന്നാമത്തായിട്ട് വരിക, മൂന്നാമത് ചെയ്ത കാര്യം. പിന്നെ നാലാമത്തത് ഹട്ടേ കട്ടെ ആത്മീയോനെ സേഡ് സി അജീബോ ഗരീബ് തർക്കീബേ, അപ്പോൾ ഈ പെൺകുട്ടി മരത്തിലിരിക്കുന്ന കാരണത്താൽ അവളെ അവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനത്തെ ഉപായങ്ങളൊക്കെ ചെയ്തത് അല്ലേ. നാലാമത് അവർ ചെയ്ത ഉപായങ്ങളാണ്, അവളെ ഓടിക്കാൻ വേണ്ടിയിട്ട് പല ഉപായങ്ങളും ചെയ്തു. അഞ്ചാമത്തത് ലടുക്കി ഓർ പെടുക്കെ ഇർദ് ഗിർദ് ഹസാരോ ലോകി ഗട്ടാ ഹോനയിലേക്ക്, പെൺകുട്ടിയുടെയും മരത്തിൻ്റെയും ആ ഒരു സൗഹൃദം അറിഞ്ഞിട്ട് എന്താ ഉണ്ടായത്? ആയിരക്കണക്കിന് ആളുകൾ അവിടെ തടിച്ചുകൂടിയില്ലേ. അഞ്ചാമത്തത്. ആറാമത്തത് कई दिनों तक पेड़ काटने का इंतजार करके बाद एक दिन वे आदमी चुपचाप वहां से जाने लगे. അവസാനം ആ മരം മുറിക്കാൻ വന്ന ആളുകൾ അവിടെ നിന്ന് മിണ്ടാതെ പോയതാണ് ആറാമത്തെ സെൻറ്റൻസ്. ഓക്കെ. ഇങ്ങനെയാണ് ഓർഡറായിട്ട് അത് വരിക. അത് 6ആണ് കേട്ടോ. ആറാമത്തെ സെൻറ്റൻസ് ആണ് ഇത്. ലാസ്റ്റ് സെൻറ്റൻസ് ആണേ. ഒന്നുകൂടെ അതിന് മേലെ വരച്ചപ്പോൾ അങ്ങനെ ഇതാണ് ആറാമത്തെ സെൻറ്റൻസ്. ഓക്കെ. അപ്പം നിങ്ങൾ ഇവിടെ തന്നിരിക്കുന്ന പോലെ എന്ത് ചെയ്യുക? തന്നിരിക്കുന്ന പോലെ നിങ്ങൾ നോട്ടിലേക്ക് എഴുതിയെടുക്കുക, എന്നിട്ട് പഠിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തീർച്ചയായിട്ടും അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വർക്കുള്ളത്. ഇവിടെ ലാസ്റ്റ് വേറെ ഒരു വിശ്വ പര്യാവരൺ ദിവസ് 5 അല്ലേ, ജൂൺ 5 ജൂണിൽ. അത് കാരണം എന്താണ് അറിയോ? ക്വസ്റ്റ്യൻ जून और जुलाई महीनों के विशेष दिवसों को पहचाने, नमूने के अनुसार क्रम से कम 5 ദിവസോं की सूची बनाए. ജൂണിലും ജൂലൈയിലും ജൂൺ ജൂലൈ മാസങ്ങളുണ്ടല്ലോ, ആ മാസങ്ങളിൽ വരുന്ന വിശേഷ ദിവസങ്ങൾ ഏതൊക്കെയാണ് എന്ന് നിങ്ങൾ കണ്ടെത്തിയിട്ട് ഏതെങ്കിലും 5 എഴുതാനാണ് പറഞ്ഞത്. ഓക്കെ. അപ്പോൾ 1 ഇവിടെ തന്നിട്ടുണ്ട്, ബാക്കി 4 ജൂൺ ജൂലൈ. നിങ്ങൾക്ക് കലണ്ടർ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും എന്തൊക്കെയാണ് ദിവസങ്ങളുള്ളതെന്ന്. അതെന്ത് ചെയ്യുക? നിങ്ങൾ ബാക്കി 4 എഴുതാം. അടുത്തൊരു വീഡിയോ ആയിട്ട് ഈ 4 ക്വസ്റ്റ്യനും അതിന് 4 അതുപോലെ ഞങ്ങൾക്ക് ദിവസങ്ങളെ പറ്റി പറഞ്ഞല്ലോ, ആ 4 അതുപോലെ ഒരു എന്താ പറയുക, ഒരു രേപ്പട്ട് എഴുതാൻ, അങ്ങനെ ഇവിടെ ഒരു ലഘുലേഖ എഴുതാൻ വേണ്ടി തന്നിട്ടുണ്ട്. ഈ ലഘുലേഖ ഇത് രണ്ടും കൂടെ അടുത്ത് തന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഇത് ചെയ്തു വെക്കുക. അപ്പോൾ ആ സമയം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ ചെയ്തത് എത്രമാത്രം ശരിയാണ് എന്ന് അറിയാൻ പറ്റും.
ഓക്കെ, അപ്പോൾ അത്രയാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഉള്ളത്. എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കണം. ആൻസറൊക്കെ എഴുതിയെടുക്കുക, പഠിക്കുക. ഓക്കെ.